ഹായ് ബേബി. എന്താ ഇവിടെ? എന്റെ പപ്പയുടെ കല്ലറയിൽ പൂക്കൾ അർപ്പിക്കാൻ വന്നതാണോ? ഞാൻ എന്തിനാ നിന്റെ പപ്പയുടെ കല്ലറയിൽ പൂക്കൾ അർപ്പിക്കുന്നത്? നിന്റെ അമ്മ മായാരഞ്ജനയുടെ ചിത്രത്തിന് മുന്നിൽ പൂക്കൾ അർപ്പിക്കാൻ ഞാൻ വന്നിരുന്നല്ലോ. അപ്പോ പകരത്തിന് പകരം കുറച്ച് റെഡ് റോസുമായിട്ട് നീ വന്നതാണെന്ന് കരുതി. ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നതാ. എന്നെ ഫോളോ ചെയ്യുന്നത് അബദ്ധമാണെന്ന് നിനക്കറിയാലോ അല്ലേ? അറിയാം. നിന്നെ ഒന്ന് ഫോളോ ചെയ്ത് കുഴിയിൽ ചാടിയതാ ഞാൻ. അതിന്റെ മുറിവുകള് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാവണം. അതിനുവേണ്ടി നിന്നോട് സംസാരിക്കാനാ ഞാൻ വന്നേ. ആവല്ലോ. ശ്രുതിമോളെ കാണണമെന്ന് പറഞ്ഞ് നീ എന്തിനാ എന്റെ ഭർത്താവിനെ വിളിക്കുന്നേ? ശ്രുതിമോളും ഞാനും തമ്മിലുള്ള ചെറിയൊരു രക്തബന്ധം നിനക്കറിയില്ലേ? എനിക്കറിയില്ല. അങ്ങനൊരു ബന്ധം നിനക്കും ശ്രുതിമോൾക്കും ഇടയിലില്ല. ശ്രുതിമോളെ നീ കാണാനും ശ്രമിക്കണ്ട. അക്ഷര, ഞാൻ നിന്നോട് വഴക്കിനില്ല. നിന്നെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. തോൽപ്പിക്കുമെന്ന് ശപഥം എടുത്തിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് ശ്രുതിമോളെ കാണണമെന്ന് പറയുന്നത് ജനുവിന്. അതിൽ വേറെ ഒരു ഹിഡൻ അജണ്ടയും ഇല്ല. അത് നടക്കത്തില്ല എന്ന് പറഞ്ഞില്ലേ? ഇത്തിരി മുൻപും ഈ കാര്യം ഞാൻ എന്റെ ഭർത്താവുമായി സംസാരിച്ചതാ. അങ്ങേർക്ക് നിന്നോട് എന്തോ ഒരു മനസ്സലിവുണ്ട്. ഒരു പാവം മനുഷ്യനാണല്ലോ അദ്ദേഹം. പക്ഷേ ഞാൻ അത്ര പാവമല്ല. അതുകൊണ്ട് തന്നെ നീ ശ്രുതിമോളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു തവണ ആട്ടിൻ തോലിട്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചെന്നായ നീ. പിന്നെ കുപ്പായി ഊരി മാറ്റി നീ ചെന്നായ തന്നെയാണെന്ന് തെളിയിക്കുകയും എന്നെ വേട്ടയാടുകയും ചെയ്തു. ഇപ്പൊ വീണ്ടും നീ ആട്ടിൻ തോൽ കുപ്പായം എടുത്തണിഞ്ഞ് പാവം നടിച്ച് എന്റെ മോളെ കാണാൻ ശ്രമിക്കുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ പറയുന്നത് സത്യമാണ്. സത്യം.